എൻ്റെ മോനെ പൊളി എന്ന് പറഞ്ഞ പൊളിപ്പടം. ഗൈ റിച്ചി സംവിധാനം ചെയ്ത് നമ്മുടെ ഹെൻറി കാവിൽ, അലൻ റിച്ച്സൺ, അലക്സ് പെറ്റിഫർ തുടങ്ങിയ ഒരു വമ്പൻ താരനിര തന്നെ അണിനിരന്ന ദ മിനിസ്ട്രി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ എന്ന ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ സിനിമയെ കുറിച്ചാണെന്ന് പൊളിപ്പടം. ഗൈ റിച്ചിയുടെ ആ ഒരു സ്റ്റൈലിഷ് മേക്കിംഗ് ആൻഡ് ഹെൻറി കാവിലിന്റെ ഗംഭീര സ്ക്രീൻ പ്രസൻസ്, സ്വാഗ്, ഇത് മാത്രം മതി ഈ പടം കണ്ടുകൊണ്ടിരിക്കാൻ. ഇത് യഥാർത്ഥ സംഭവങ്ങളെ ബേസ് ചെയ്തൊരുക്കിയ ഒരു തിരക്കഥയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സേനയെ, അതായത് നാസികളെ തുരത്താൻ വേണ്ടി ബ്രിട്ടീഷ് മിലിറ്ററി ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിനെ രഹസ്യമായിട്ട് അയക്കുന്നതാണ് പടത്തിന്റെ കഥ. അവരത്ര സാധാരണ ഗ്രൂപ്പൊന്നുമല്ല, കില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ്. ഡാ മോനെ. അതിന്റെ തലവനാണ് നമ്മുടെ ഹെൻറി കാവിൽ അവതരിപ്പിക്കുന്ന ഗസ് മാർസ് ഫിലിപ്പ് എന്ന കഥാപാത്രം. ഈ ക്യാരക്ടറും ഇവരുടെ കഥയുമാണ് നമ്മുടെ ഇയാൻ ഫ്ലെമിങ്ങിന് ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കാനായിട്ട് ഇൻസ്പയർ ആയത്. മാത്രമല്ല ഇയാൻ ഫ്ലെമിങ് 1-2 സീനിൽ ഈ സിനിമയിൽ ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഹിസ്റ്ററി, വാർ എന്നൊന്നും കേട്ട് അത്തരത്തിലുള്ള ഒരു കഥയാണെന്ന് കരുതി മാറ്റിവെക്കേണ്ട കാര്യമില്ല. കിഡിലൻ എന്റർടൈനിങ് എലമെന്റ്സ് ചേർത്ത് വെച്ച് വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഗൈ റിച്ചി ഈ പടം ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആക്ഷൻ സീനുകളൊക്കെ കിഡിലനാണ്. ഗൺ ഫൈറ്റ്, അതുപോലെ എക്സ്പ്ലോഷൻ സീനുകളിലൊക്കെ സൗണ്ട് എഫക്ട്സ്, പിന്നെ വിഷ്വൽസ് എല്ലാം പൊളിയാണ്. പിന്നെ ക്യാമറ, ലൊക്കേഷൻ, അതുപോലെ എഡിറ്റിങ്, CGI എല്ലാം ടോപ്പ് നോച്ച് ആണ്. ഇതിന്റെ കാസ്റ്റിംഗ് ആണ് ഗംഭീരം. ഒരു എൻസെമ്പിൾ കാസ്റ്റ് എന്ന സിനിമയിലുണ്ട്. അതിൽ ഹെൻറി കാവിൽ ആൻഡ് അലക്സ് പെറ്റിഫർ, ഇവർ രണ്ടുപേരും എൻ്റെ ഫേവറേറ്റ് ആണ്. ഹെൻറി കാവിൽ ആണെങ്കിൽ ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ കൊണ്ട് ഒരു രക്ഷയില്ല പുള്ളി. ഈ നാസിയുടെ താവളങ്ങളിൽ പുള്ളി ഇങ്ങനെ ചുമ്മാ കയറി ചെന്നിട്ട് ചിരിച്ചുകൊണ്ട് ചാന്ന് വെടിവെക്കുന്ന സീനൊക്കെ എൻ്റെ മോനെ പൊളിയായിരുന്നു. ആൻഡേഴ്സ് ലാസനായിട്ട് വന്ന അലൻ റിച്ച്സണും വമ്പൻ അഴിഞ്ഞാട്ടമാണ് പടത്തിൽ നടത്തിയിട്ടുള്ളത്. അതുപോലെ അവരുടെ ഒരു ഫുൾ ടീം തന്നെ ഭയങ്കര പൊളിയാണ്. നായിക എസ്സ ഗോൺസാൽവസും മിസ്റ്റർ ഫെറോൺ ആയിട്ട് വന്ന ബാബ്സ്, അങ്ങനെ എല്ലാവരും കിടിലൻ. ഈ പടം തുടങ്ങിയ ആദ്യത്തെ ഒരു 10 മിനിറ്റ് തന്നെ നമുക്കൊരു വല്ലാത്ത ഒരു ഹാപ്പിനെസ്, ഒരു പോസിറ്റീവ് എനർജി, അങ്ങനെ ഒരു ബിൽഡപ്പ് ആണ് സിനിമയുടെ തുടക്കം നമുക്ക് നൽകുന്നത്. ആ ഒരു ഇംപ്രഷന് പടം തീരുന്നത് വരെ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു മാസ് ആക്ഷൻ സെറ്റപ്പ് ആയതുകൊണ്ട് പടം ഫുൾ എൻഗേജിങ് ആയിട്ട് നിങ്ങളെ ഒട്ടും തന്നെ ബോറടിപ്പിക്കില്ല. അവസാനമുള്ള ആ ഒരു പാട്ട്, പിന്നെ സ്ക്രിപ്റ്റിലെ ചില പോരായ്മകൾ, അതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ തന്നെയാണ് മിനിസ്ട്രി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ. ആകെ മൊത്തം ടോട്ടലിൽ ഇറ്റ്സ് എ വർത്ത് വാച്ച് ഗുഡ് മൂവി, അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. ധൈര്യമായിട്ട് കണ്ടു നോക്കിയുള്ളൂ. നിങ്ങൾക്ക് ആപ്പിൾ TVയിലും അതുപോലെ പ്രൈം വീഡിയോയിലും റെന്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതർവൈസ് നിങ്ങൾക്ക് എങ്ങനെ പടം കാണണമെന്ന് അറിയാമല്ലോ, ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കുക. സോ ആക്ഷൻ ത്രില്ലർ പ്രേമികൾക്ക് വേണ്ടി ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണിത്. 2 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം. ആണെങ്കിൽ ഒരു 10 മിനിറ്റ് കുറയ്ക്കാമായിരുന്നു.